ഒഴുക്കിനൊപ്പം നീന്തുന്നത് എളുപ്പമാണെന്നും ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് യഥാർത്ഥ ആർജവമുള്ളവരെന്നും ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള ഡോക്ടർ P.A. ലളിത സ്മാരക പുരസ്കാരങ്ങൾ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് വിളിച്ചു പറയാനും ആർജവത്തോടെ വിമർശിക്കാനും സാഹിത്യകാരന്മാരും ചിന്തകരും മുന്നോട്ട് വരേണ്ടതല്ലേ എന്ന ചോദ്യമാണ് കേരളം ഇപ്പോൾ നേരിടുന്നതെന്ന് ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള. ഒഴുക്കിനൊപ്പം നീന്തുന്നത് എളുപ്പമാണ്, ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് യഥാർത്ഥ ആർജവമുള്ളവരെന്നും ഗവർണർ പറഞ്ഞു. ഡോക്ടർ P.A. ലളിത സ്മാരക പുരസ്കാരം ഡോക്ടർ M.P. ശ്രീജയൻ, ഡോക്ടർ V.P. ഗംഗാധരൻ എന്നിവർക്ക് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും തിരക്കുള്ളപ്പോഴും വ്രണിത ഹൃദയരായി എത്തുന്ന രോഗികൾക്ക് ആശ്വാസം പകരാൻ ഡോക്ടർമാരുടെ ഒരു സാന്ത്വന വാക്ക് മതിയാകും. ആ അനുഭാവത്തിന് എപ്പോഴും ഒരു പണത്തൂക്കം കൂടുതലായിരിക്കും. കൊടുങ്കാറ്റിലല്ല, മന്ദമാരുതനിലാണ് ദൈവസ്പർശമുള്ളത്. ആ ദൈവസ്പർശത്തിലാണ് രോഗികളുടെ പ്രത്യാശയെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഡോക്ടർ ലളിത നമ്മുടെ 4 കൊല്ലം മുമ്പ് വരെ കോഴിക്കോടിൻ്റെ സായം സന്ധ്യകളിൽ അവര് പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം നിത്യസാന്നിധ്യമായിരുന്നു. മലബാർ ആശുപത്രി MD ഡോക്ടർ മിലി മോനി അധ്യക്ഷത വഹിച്ചു. മേയർ ബീന ഫിലിപ്പ്, മലബാർ ആശുപത്രി CEO ഡോക്ടർ കോളിൻ ജോസഫ്, അവാർഡ് നിർണയ കമ്മിറ്റി അംഗങ്ങളായ കമാൽ വരദൂർ, അജയൻ K. അനാട്ട്, A. സജീവൻ, IMA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2025 മാർച്ച് അവസാനത്തോടെ കേരളത്തിൽ എല്ലായിടത്തും 4G സേവനം ലഭ്യമാക്കുമെന്ന് BSNL സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ്.